ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, ഓരോ മതത്തിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം അത് ലജ്ജയാണ്. ലജ്ജയുണ്ടാവുക എന്നത് ഇസ്ലാമിന്റെ ഒരു സ്വഭാവമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ അതുപോലെ തന്നെ ലജ്ജ ഇല്ലാണ്ടായി പോകുന്ന, മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിങ്ങനെയാണ്. മൂന്ന് നാലെണ്ണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അൽ മുജാഹറത്തുൽ ദുനൂബ്, ഒരാളൊരു തെറ്റ് ചെയ്തു, അത് കരുതി കൂട്ടിയാണെങ്കിലും യാദൃശികമാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി, അയാളൊരു തെറ്റ് ചെയ്തു. എന്നിട്ട് രാത്രി തെറ്റ് ചെയ്ത്, അല്ല ഇന്നലെ ഒരു തെറ്റ് ചെയ്ത് ഇന്നത് വിളിച്ചു പറയുന്ന ഒരു രീതി, ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്നലെ പകലോ ഒരു തെറ്റ് ചെയ്തു, പീഡിക തിണ്ണയിൽ വന്നിട്ട് ഇന്നലെ ഞാനത് ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന ഒരു രീതി, അത് ലജ്ജയെ നശിപ്പിക്കുന്ന രീതിയാണ്. തെറ്റ് ചെയ്തവൻ മീഡിയകൾക്ക് മുന്നിൽ വന്നിട്ട് ഞാൻ എന്നോട് ഇന്ന തെറ്റ് ചെയ്തു എന്ന് പരസ്യമായി പറയുന്ന രീതി, അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത ഒരു രീതിയാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കലും നമ്മളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നമ്മളും പടച്ചോനും അറിയല്ലാതെ മറ്റൊരാൾക്കത് നമ്മൾ പബ്ലിസിറ്റി ചെയ്യരുത് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം അതായത് മണിയറ രഹസ്യങ്ങൾ ഷെയർ ചെയ്യാം. ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാകുന്ന രഹസ്യ കാര്യങ്ങൾ തന്റെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വളരെ അബദ്ധമായ കാര്യമാണ്. അത് ലജ്ജ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നതാണ് പറയുന്നത്. മൂന്നാമത് അൽ ഫഹ്ഷുൽ കലാം, വൃത്തികെട്ട സംസാരങ്ങള്, വൃത്തികെട്ട വാക്കുകള്, ഇത് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടായിക്കൂടാ, ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. വൃത്തികെട്ട വീഡിയോസ് ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ, വൃത്തികെട്ട കമന്റുകൾ ഇടുക. ഫേസ്ബുക്കുകളൊക്കെ തുറന്നു നോക്കിയാൽ ചില വീഡിയോകൾ വളരെ വൃത്തികെട്ട വീഡിയോകൾ, അതുപോലെ വൃത്തികെട്ട കമന്റുകൾ, ഇതൊന്നും ഒരു വിശ്വാസി എന്നല്ല ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അവന്റെ ഹയാൽ നഷ്ടപ്പെടുത്തി കളയുന്ന, വായിക്കുന്നവന്റെ ഹയാൽ, കാണുന്നവന്റെ ഹയാൽ, ഇടുന്നവന്റെ ഹയാൽ എല്ലാം നഷ്ടപ്പെടുത്തി കളയാണ്. വൃത്തികെട്ട കമന്റുകൾ ഇടുമ്പോഴേ അത് വായിക്കുന്നത് ഒരുപക്ഷെ തന്റെ ബാപ്പയായിരിക്കും, തന്റെ മകനായിരിക്കും, അല്ലെങ്കിൽ തന്റെ മകളായിരിക്കും. അവർ വിലയിരുത്തുകയാണ്, ഇതാണല്ലോ എൻ്റെ പിതാവ്, ഇതാണല്ലോ എൻ്റെ മകൻ. നമ്മൾ വളരെ ഗൗരവമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, നാലാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നത് കശ്ഫുൽ ഔറാത്തി അമാമന്നാസ്, ജനങ്ങൾക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുക. ഞാനൊരു ഖുത്ബ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ യുവാക്കള് ആ ട്രൗസർ ഇട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്ന ഒരു സമ്പ്രദായം, അത് ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. വിശ്വാസിയിൽ നിന്ന് മാത്രമല്ല, ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത, വളരെ ലജ്ജയില്ലാത്ത ഒരു പ്രവർത്തനമാണത്. അതുപോലെ നമ്മുടെ പെൺകുട്ടികള് അർദ്ധനഗ്നയായിക്കൊണ്ട് പുറത്തിറങ്ങുന്നത്, അത് വളരെ ഗൗരവമായി കാണും. ഇതെല്ലാം നമ്മൾ ഇന്ന് സുലഭമായി കാണുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എങ്ങനെയാണ്, യഹ്ഫൽ ഔറതക ഇല്ലാ മിൻ സൗജിക ഔ മാ മലക്കത് അയ്മാനുക, നിന്റെ നഗ്നഭാഗം നീ സൂക്ഷിക്കണം, നിന്റെ ഇണയിൽ നിന്നല്ലാതെ. നിന്റെ ഇണ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ അടിമ കാലഘട്ടത്തിലാണ് മറ്റൊന്ന് പറയുന്നത്, അടിമകൾക്കും അത് കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് നീ സൂക്ഷിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴേ, പുരുഷന്റെ പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള ഭാഗം നഗ്നഭാഗമാണ്. സ്ത്രീയുടെ ശരീരം അവള് അന്യരിൽ നിന്ന് മറച്ചു വെക്കേണ്ടതാണ്. അത് ഏതൊക്കെ ഭാഗം പ്രദർശിപ്പിക്കുന്നുണ്ടോ ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.